കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ അവിചാരിതമായി കണ്ട ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. അതിന് എനിക്ക് വന്ന കമന്റുകൾ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ എന്തായാലും അത് ഒരുപാട് റീച്ച് കിട്ടിയിട്ട് അതിന്റെ കാശെടുത്ത് ജീവിക്കാം, ഫേസ്ബുക്ക് തരുന്ന ഡോളർ കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയൊന്നും അല്ല ഞാനത് പോസ്റ്റ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ആ ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് കണ്ടിട്ട് അയ്യോ അത് ആ സ്ത്രീയുടെ കുഞ്ഞാണോ അല്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ഒരുപാട് അഭിപ്രായം പറഞ്ഞ് ആ ബോഗി നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാരും പറഞ്ഞിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ചിപ്സും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഇരിക്കുന്നിടത്തുനിന്ന് പോലും അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നടന്ന് അവരുടെ പുറകെ പോയി അടുത്ത ബോഗിയിൽ പോയാണ് അവരോട് കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരോട് ഞാൻ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ആ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് അവര് നല്ല സുന്ദരി സ്ത്രീ തന്നെയാണ്. അപ്പൊ അവർക്ക് ഒരു സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിലൊരു സംശയം തോന്നി, ഇതിനി മറ്റാരുടെയെങ്കിലും കുഞ്ഞിനെ ഇവർ തട്ടിക്കൊണ്ട് വന്നതാണോ, ഇനി അല്ലാതെ അവരുടെ കുഞ്ഞാണോ? അതുകൊണ്ട് പോലീസിനെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഞാൻ ശബ്ദമുയർത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ മലയാളികൾ, അതായത് എന്റെ പോസ്റ്റിന് താഴെ വന്ന് എന്നെ ഈ സാമൂഹ്യ മര്യാദയും നിയമങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ, എന്നെ ചെറ്റയെന്നും തെണ്ടിയെന്നും ഒക്കെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, ഈ കമന്റുകൾ ഇട്ട ഒരാളും ഇവരാരെങ്കിലും സമൂഹത്തിൽ ഇറങ്ങി ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നന്മ, അല്ലെങ്കിൽ ഒരു വിശക്കുന്ന വയറിന് ഒരു നേരത്തെ അന്നം, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു കുട്ടി പഠിക്കാൻ നിവൃത്തിയില്ലാതെ പൈസ ഇല്ലാത്ത ഏതെങ്കിലും അവർക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് 10 രൂപ ഒരു പേന വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരോ ആയിരിക്കില്ല ഇവിടെ വന്ന് എന്നെ സമൂഹ മര്യാദ പഠിപ്പിച്ച ആൾക്കാർ. അപ്പോൾ ആ ബോഗിയിലും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ. പക്ഷെ ഞാനപ്പോ ആ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തത് ഏതെങ്കിലും കുട്ടി മിസ്സിംഗ് ആണ്, ഇത് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യപ്പെട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അവരൊന്നും അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. ഈ ആൾക്കാരല്ല, പണ്ട് മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്നവരുടെ നാടാണിത്. തല്ലിക്കൊന്നു, എന്നിട്ട് ആ തല്ലിക്കൊന്നവർ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. അവരെ ഈ സമൂഹം എന്ത് ചെയ്തു? ആ മധുവിനെ തച്ചുകൊന്നവരാ അവർ. ഈ സ്ത്രീയെയും ആ ട്രെയിനിനുള്ളിൽ പിച്ചി കീറും. അതായത് ആ കുഞ്ഞിന് വേണ്ടി ഒരു ശബ്ദമുയർത്താൻ പോലും താല്പര്യമില്ലാത്തവർ ഇപ്പൊ ഒരാള് അവരെ ചോദ്യം ചെയ്താൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു. അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാനിവിടെ പലപ്പോഴും വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോ പോലും ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ എല്ലാ വിഷയങ്ങളിലും ഇടപെടാറില്ല, അഭിപ്രായം പറയാറില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക്, അതായത് ഞാനൊരു ജേർണലിസ്റ്റ് ആണ്, പക്ഷെ ആ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പോലും അല്ല, ഒരു സാധാരണ വ്യക്തി വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. അതിൽ ചില വീഡിയോകളൊക്കെ അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പോലും ഒരു റീച്ചായിട്ട് കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ ഈ ഫോട്ടോ ഷെയർ ചെയ്തത് എനിക്ക് ഡോളർ കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ ഇവിടെ കുറെ കൊച്ചമ്മമാരും കൊച്ചപ്പന്മാരും വന്ന് പറയുന്നുണ്ടായിരുന്നു. അവരൊന്ന് ആലോചിക്കുക, അവരെത്രത്തോളം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇന്നാണ് ഞാൻ ഐ നോബഡി എന്ന പൃഥ്വിരാജിന്റെ സിനിമ കണ്ടത്. അപ്പോൾ എനിക്ക് ഏകദേശം വ്യക്തമായി. ആ സിനിമ കണ്ടപ്പോൾ കുറച്ച് റിലേറ്റബിൾ ആയിട്ട് തോന്നി. അത് തന്നെയാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പിന്നെ ഞാൻ അതിൽ ഓരോരുത്തരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ചില വീഡിയോ, അതായത് റീച്ച് ആവുമെന്ന് തോന്നുന്ന ഏതെങ്കിലും പോസ്റ്റിന്റെ താഴെ വന്ന് ഒരു മോശം കമന്റ് ഇടുമ്പോൾ അവരുടെ പ്രൊഫൈലിലേക്ക് ആൾക്കാർ നോക്കി ഇതാരാ ഈ പറയുന്നതെന്ന് അറിയാൻ പോകുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടണമെന്ന് കരുതി ചില സ്ത്രീകളൊക്കെ വന്ന് എന്റെ അടിയിൽ എന്നെ ചെറ്റ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നില്ല, ഈ പേരിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഫൈൽ അങ്ങനെ ഈ വീഡിയോയിലൂടെ റീച്ച് ഉണ്ടാവണ്ട, അതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ പോലും ഒരാളെ പോലും വ്യക്തിപരമായി, ഇപ്പൊ പൊളിറ്റീഷ്യൻസിനെയും മന്ത്രിമാരെയൊക്കെ നമുക്ക് വിമർശിക്കാം. കാരണം അവരെ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടു, അവരെ നമുക്ക് വിമർശിക്കാനുള്ള അവകാശം അതൊരു മാധ്യമപ്രവർത്തക എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ ഒരാളെയും വ്യക്തിപരമായി ഞാൻ അധിക്ഷേപിക്കാറില്ല, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് പറയാറില്ല. പക്ഷേ ഈ സ്ത്രീക്കൊക്കെ എന്ത് റൈറ്റാണുള്ളത്, എന്ത് യോഗ്യത, എന്ത് ക്വാളിറ്റിയാണുള്ളത്? എന്നെ വന്ന് ചെട്ടയെന്നും തെണ്ടിയെന്നും കുറെ കമന്റ് കൊണ്ട്, ചിലതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിരുന്നു. അത് ചിലതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ ആരാ എന്ന് തോന്നിയിട്ട് അങ്ങനെ ചിലതിന് കൊടുത്തു. പക്ഷെ എല്ലാ കമന്റുകൾക്കും മറുപടി പറയാനൊന്നും എനിക്ക് താല്പര്യവുമില്ല. എന്നാലും ഇപ്പോ ആ ബോഗിയിൽ മിണ്ടാതെ ഇരുന്ന് ചിപ്സ് കഴിച്ചവരെല്ലാം വളരെ മഹാന്മാരും നല്ലവരുമാണ്. ഏതെങ്കിലും ഒരു അമ്മയ്ക്കോ അച്ഛനോ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കപ്പെടട്ടെ. ഇപ്പൊ ഏകദേശം എല്ലാ റെയിൽവേ സ്റ്റേഷനിലെല്ലാം CCTV ഉണ്ട്. അഥവാ ആർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എന്നാണ്, ഏത് ട്രെയിനെന്നും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അല്ലാതെ ഇവിടെ ഈ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് കണ്ടവന്മാരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എന്റെ ഫേസ്ബുക്ക് പേജിൽ എന്തിടണമെന്ന് എനിക്കറിയാം.